ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും T4 ടെക് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള വിൻഡോസ് 10 യൂസ് ചെയ്യുന്ന ബിഗിനേഴ്സിന് വേണ്ടിയുള്ള കുറച്ച് ടിപ്സാണ്. ഫസ്റ്റത്തെ ടിപ്സ് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡാർക്ക് തീം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് വിൻഡോസ് 10ൽ. നമ്മൾ ഈ ഓപ്ഷൻസൊക്കെ ഇപ്പോൾ ലൈറ്റ് ആയിട്ടാണ് കാണുന്നത്. നമുക്കിനി ഡാർക്ക് ഓപ്ഷൻ എനേബിൾ ചെയ്യണമെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ടിൽ പോവാം, സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യാം. സെറ്റിങ്സിൽ പോയിട്ട് പേഴ്സണലൈസേഷൻ കാണാം. പേഴ്സണലൈസേഷനിൽ കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് നമുക്ക് പിക്ക് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ ചൂസ് ചെയ്യാം. ബ്ലൂ കളർ സ്ക്രീനാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ എല്ലാം ബ്ലൂ ആയിട്ടാണ്. ഇനി റെഡ് വേണമെങ്കിൽ റെഡ്, നമ്മളെ കളർ സെൻസിനനുസരിച്ച് നമുക്കിവിടെ യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഡാർക്ക് മോഡ് ആക്കണമെങ്കിൽ ജസ്റ്റ് ഡാർക്ക് മോഡ് കൊടുത്താൽ നമ്മൾ ഇനി എന്തെടുക്കുമ്പോഴും കംപ്ലീറ്റ് ഡാർക്കാണ് ഓപ്ഷൻ വരാം. ഇപ്പോൾ ലൈറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ എടുക്കുമ്പോഴൊക്കെ ലൈറ്റ് ആയിട്ട് വരും. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിന് അട്രാക്റ്റീവായിട്ട് മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഏതാണ് യൂസർ ഫ്രണ്ട്ലി എന്ന് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. അതാണ് ഒന്നാമത്തെ. ഈ രണ്ടാമത്തെ എന്ന് പറഞ്ഞത് സ്റ്റോറേജ് സെൻസാണ്. അതായത് നമുക്ക് നമ്മളെ ടെമ്പററി ഫയൽസൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും സെറ്റിങ്സിൽ തന്നെ പോവാം. സിസ്റ്റം എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. സിസ്റ്റത്തിനകത്ത് ഇവിടെ കാണാം സ്റ്റോറേജ് പറഞ്ഞ ഓപ്ഷൻ. അതിൽ സെൻസ് നമ്മൾ എനേബിൾ ചെയ്യണം. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഹൗ വി പ്രീസ്പേസ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും delete temporary files my apps aren't using, delete files that have not over 30 days. അപ്പോൾ 30 ദിവസത്തിനുള്ളിൽ റീസൈക്ലിംഗ് ബിന്നിലുള്ളതും എല്ലായിടത്തും ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്തോളും. ഇനി നമുക്ക് ഇപ്പം തന്നെ ക്ലീൻ ചെയ്യണമെങ്കിൽ ഇതിവിടെ ജസ്റ്റ് ക്ലീൻ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ക്ലീൻ ആവുന്നതാണ്. അതാണ് സെക്കൻഡ് ഓപ്ഷൻ. ഇനി തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫയല് ഓൾറെഡി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് എന്താ പറയുക PDF ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഓൺലൈനായിട്ടുള്ള ഓപ്ഷൻസ് ഒന്നും വേണ്ട. ഓൺലൈൻ ടൂളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഫയൽ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. നമുക്കിത് വേർഡ് ഫയൽ ആയതുകൊണ്ട് നമുക്ക് PDF ആയിട്ട് ഓട്ടോമാറ്റിക്കലി സേവ് ചെയ്യാം. ഇനിയിപ്പോൾ ഏത് ഫയലും ആയിക്കോട്ടെ, ഇമേജ് ഫയലായാലും നമുക്ക് PDF ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ Ctrl+P പ്രിൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ പ്രിൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഇവിടെ വരും. അതിൽ നമുക്ക് എപ്പോഴും ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് ഓൾറെഡി അതാണ് സെലക്ട് ചെയ്തേക്കണേ. അതാണ് നമ്മൾ ഓപ്ഷൻസ് ഇതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മാറ്റി കൊടുക്കാവുന്നതാണ്. സേവ് ടു PDF എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവുന്നത് മൈക്രോസോഫ്റ്റ് പ്രിന്റ് ടു PDF. ആ PDF ഓപ്ഷൻ അല്ലെങ്കിൽ സേവ് ടു PDF അങ്ങനെ എന്ത് ഓപ്ഷൻ വേണമെങ്കിലും അങ്ങനെ കൊടുത്ത് പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരിക, പ്രിൻ്റ് ചെയ്യാനല്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു പേര് കൊടുത്ത് ഡെസ്ക്ടോപ്പിൽ തന്നെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡെസ്ക്ടോപ്പിൽ തന്നെ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ജസ്റ്റ് ഓപ്ഷൻ കൊടുത്തു, Ctrl+P കൊടുത്തു, പ്രിൻ്റ് ടു PDF പ്രിൻ്റ് ചെയ്തു. ഡെസ്ക്ടോപ്പിലാണ് ടെസ്റ്റ് എന്ന് നെയിം ചെയ്തു, സേവ് കൊടുത്തു. ഇവിടെ നമുക്ക് കാണാം ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇതിപ്പോൾ നമുക്ക് വേർഡ് ഫയലൊന്നുമല്ല, നമുക്ക് വേർഡ് ഫയൽ ഓൾറെഡി നമുക്ക് PDF ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടാവും, സേവ് ആസ് PDF. ഇതിൽ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. PDF എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി PDF ആവുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് ഇമേജ് ഫയൽ ആയിക്കോട്ടെ എന്ത് ഫയലും ആയിക്കോട്ടെ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇമേജ് ഫയൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഒരു ടെക് ഓക്കെ, നമുക്ക് ഈ ഫയൽ നമുക്ക് PDF ആക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ Ctrl+P ക്ലിക്ക് ചെയ്യുക,
ജസ്റ്റ് നമുക്ക് ഇവിടെ ഓൾറെഡി അതാണ് സെലക്ട് ആയിരിക്കണേ. അപ്പോൾ നമ്മൾ മാറ്റണമെങ്കിൽ വേറെയാണ് ഓപ്ഷൻ സെലക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് PDF കൊടുത്ത് പ്രിൻ്റ് കൊടുത്ത് ഡെസ്ക്ടോപ്പിൽ 1 2 3 സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡെസ്ക്ടോപ്പിൽ കാണാൻ പറ്റുന്നതാണ് PDF വേർഷൻ ഓഫ് ദാറ്റ് ഇമേജ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്, നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എയറോ ഷെയ്ക്ക്. എയറോ ഷെയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഒരുപാട് ടാബ് നമുക്കിവിടെ തുറക്കാം. ഇപ്പോൾ നമുക്ക് ഓരോ ടാബും മിനിമൈസ് ചെയ്യണം. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നല്ലെങ്കിൽ ഈ സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് മിനിമൈസ് ആവും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയറോ ഷെയ്ക്ക്, അതായത് നമ്മൾ ഷെയ്ക്കിംഗ് മൗസ് ടു ഓപ്പൺ ടാബ് എന്നാണ് അതിന് പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു ഓപ്ഷനായിട്ട് നമുക്കിപ്പോൾ 2 3 ടാബ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്താൽ മതി. നമുക്ക് ആവശ്യമുള്ളത് മാത്രം അവിടെ വെച്ചിട്ട് ബാക്കി ഏതൊക്കെയാണ് നമ്മൾ ഷെയ്ക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. ബാക്കിയെല്ലാം മിനിമൈസ് ആവും. ഓട്ടോമാറ്റിക് നമ്മൾ ഓരോന്നായിട്ട് മിനിമൈസ് ചെയ്യും. നമുക്ക് ഈ ഒരു സ്ക്രീനാണ് ഇപ്പോൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രീനുമ്പോൾ ജസ്റ്റ് മൗസ് ടാബുമ്പോൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയെല്ലാം മിനിമൈസ് ആവുന്നതാണ്. കംപ്ലീറ്റ് മിനിമൈസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ഓപ്ഷനിൽ പോയിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതാണ് എയറോ ഷേക്ക്. ഇതൊക്കെ വിൻഡോസിൽ ഇൻബിൽറ്റ് ഫീച്ചേഴ്സാണ്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാബ്ലറ്റ് മോഡ്. നമുക്കൊരു ഡെസ്ക്ടോപ്പ് മോഡിന് പകരം ടാബ്ലറ്റ് മോഡാക്കി നമുക്ക് ഇവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ കാണാം ടാബ്ലറ്റ് കണക്ട് നെറ്റ്വർക്ക് ഓൾ സെറ്റിംഗ്. ജസ്റ്റ് ഇവിടെ ഒന്ന് ടാബ്ലറ്റ് മോഡാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ മൊബൈൽ ടാബ്ലറ്റിലുള്ള അതേ ടൈപ്പ് ഡിസ്പ്ലേ ആയിട്ട് വരും. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിലൊന്നും പോകേണ്ട, ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പേസ് സ്റ്റാർട്ട് മാറിന് പകരം അത് കംപ്ലീറ്റ് കാര്യം ഡെസ്ക്ടോപ്പിൽ തന്നെ വരുന്നതാണ്. ഒരു ടാബ്ലറ്റ് മോഡ് ടൈപ്പ് സ്ക്രീൻ ആയിരിക്കും പിന്നീട് വരാം. അപ്പോൾ നമുക്ക് ഡിസേബിൾ ചെയ്യണമെങ്കിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസേബിൾ ആയി പോകും. അടുത്തതെന്ന് വെച്ചാൽ നൈറ്റ് ലൈറ്റ്. നൈറ്റിൽ നമുക്ക് ലാപ്ടോപ്പ് യൂസ് ചെയ്യുമ്പോൾ ലൈറ്റൊക്കെ ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ വീണ്ടും സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ അഗെയിൻ സിസ്റ്റം പോവാം. അതിനകത്ത് നൈറ്റ് ലൈറ്റ് ഓൺ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് എനേബിൾ ചെയ്യാം. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ടി കുറയ്ക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക കസ്റ്റമായിട്ട് ചെയ്യണമെങ്കിൽ നൈറ്റ് ലൈറ്റ് സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് നമ്മുടേതായ അനുസരിച്ച് ഏതൊക്കെ ടൈമിലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് ലൈറ്റ് സെറ്റ് ചെയ്യാം. ഇതിൽ സെറ്റ് ചെയ്തേക്കുന്ന കാണാം സൺസെറ്റ് 6:34 to 6:36 AM ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നൈറ്റ് ഏത് ടൈമാണ് യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമായിട്ട് നിങ്ങൾക്ക് ടൈം സെറ്റ് ചെയ്യാം. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്തേക്കുന്ന ടൈമാണ്. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ കസ്റ്റം സെറ്റിങ്സിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതാണ് അടുത്ത ഓപ്ഷൻ. അടുത്തത് നമ്മൾ സ്റ്റെപ്സ് ഒക്കെ നമ്മൾ ഇവിടെ ചെയ്യുന്ന എല്ലാ സ്റ്റെപ്സും നമുക്ക് ഓട്ടോമാറ്റിക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. സ്റ്റെപ്സ് റെക്കോർഡർ എന്നാണ് അതിന് പറയാം. അത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സ്റ്റെപ്സ് റെക്കോർഡർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇൻബിൽറ്റ് ഫീച്ചറാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് റെക്കോർഡ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം ഇവിടെ സേവ് ആവുന്നതാണ്. ചുമ്മാ സ്റ്റാർട്ട് റെക്കോർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് പോസ് ചെയ്യണമെങ്കിൽ പോസ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സേവ് ചെയ്യും. നമ്മൾ അതുവരെ ചെയ്തത് കംപ്ലീറ്റ് സേവ് ആയിട്ടുണ്ടാവും. അതാണ് ഇതൊരു ഇൻബിൽറ്റ് ഫീച്ചറാണ്. നമുക്ക് ഒരു ലോങ്ങർ വേർഷൻ സ്റ്റാർട്ട് റെക്കോർഡ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതുവരെ ചെയ്തതല്ല. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നമുക്ക് രണ്ടാമതും അതേ സ്റ്റെപ്സ് തന്നെ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻസ് എല്ലാം സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇൻബിൽറ്റ് ആപ്ലിക്കേഷൻസ് ആണ്, ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തതായിട്ട് അതേപോലെ തന്നെ വേറൊരു ടൂളാണ് സ്നിപ്പിംഗ് ടൂൾ എന്ന് പറയും. നമുക്ക് സ്ക്രീൻഷോട്ടൊക്കെ എടുക്കണമെങ്കിൽ സിമ്പിളായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റിയൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പ്രിൻ്റ് സ്ക്രീൻ അടിച്ച് കഴിഞ്ഞാൽ ഇത് എനേബിൾ ചെയ്യാവുന്നതാണ്, എനേബിൾ ആക്കാൻ പറ്റുന്നതാണ് നമുക്ക്. ഇത് നമുക്ക് ഏത് സ്ക്രീനാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ക്രീൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പ്രിൻ്റ് സ്ക്രീൻ ഓപ്ഷനിൽ ഉണ്ടാവും. ഈ പണ്ട് പെയിൻ്റൊക്കെ ഉപയോഗിച്ചിരുന്നതിന് പകരം ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് സേവ് ആസ് കൊടുത്തിട്ട് നമുക്ക് ഇമേജായിട്ട് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ടാലും ഇത് എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും.
അപ്പോൾ ഇതിൻ്റെ ഇതിൽ പോയി നോക്കിയാലും ഈ ഫോട്ടോസൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്തെടുക്കാം, നമുക്ക് ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ ഇഗ്നോർ ചെയ്യാം, ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. അതാണ് അടുത്ത ഓപ്ഷൻ. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് പിന്നിങ് ഓൺ ടാസ്ക് ബാർ. അതായത് നമുക്കിവിടെ കാണാം ടാസ്ക് ബാറിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാം. നമുക്ക് അതുമാതിരി ഇപ്പോൾ ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കാണാം, പിൻ ടു ക്വിക്ക് ആക്സസ് അങ്ങനെയൊക്കെ ഓപ്ഷൻ കാണാം. അതുമാതിരി നമുക്ക് ഓപ്ഷൻസ് പിൻ ചെയ്യണമെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗൂഗിൾ, ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എല്ലാവരും ഉണ്ട്, നമുക്ക് ഡൗൺലോഡ്സിൽ തന്നെ പോകാം. ഡൗൺലോഡ്സ് അല്ലെങ്കിൽ ഓൾറെഡി ഇതൊക്കെ പിൻ ചെയ്തുകൊണ്ട് നമുക്ക് മൊസില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇവിടെ പിൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കാണാം പിൻ ടു ടാസ്ക് ബാർ. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമുക്ക് സെർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ തന്നെ സംഭവം വരുമെന്നാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അതുമാതിരി തന്നെ നമുക്കിപ്പോൾ മൊസില്ല സ്റ്റാർട്ട് ഓപ്ഷനിൽ വരണമെങ്കിൽ, ഇപ്പോൾ സ്റ്റാർട്ട് ഓപ്ഷനിൽ മൊസില്ല ഒന്നുമില്ല, അത് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് മൊസില്ല ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ പിൻ ടു സ്റ്റാർട്ട് അടിച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിലും വരുന്നതാണ്. നമുക്ക് ഇത് ഒഴിവാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നോക്കിയേക്കണം അൺപിൻ ഫ്രം ടാസ്ക് ബാർ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നതാണ്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ബുക്ക് മാർക്കാണ്. അത് എല്ലാ ഫീച്ചർ എല്ലാത്തിലും ഉള്ളതാണ്. അതായത് നമുക്ക് എന്തെങ്കിലും സിമ്പിളായിട്ട് ഇപ്പോൾ നമുക്ക് ഗൂഗിൾ അടിച്ചോ, ഈ ഒരു ഗൂഗിൾ നമുക്കിവിടെ ബുക്ക് മാർക്കായിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ പോയിട്ടും ചെയ്യാവുന്നതാണ്. അതിന് പകരം നമുക്കിത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി, ഇവിടെ ഓട്ടോമാറ്റിക് അവിടെ ഗൂഗിൾ വന്നിട്ട്. ഇതെങ്ങനെയാണ് എനേബിൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോയിട്ട് ബുക്ക് മാർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, ഇവിടെ ഷോ ബുക്ക് മാർക്ക് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് ബുക്ക് മാർക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിൻ്റെ ഓപ്ഷൻ ആവും. പിന്നെ നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇപ്പോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ടെസ്റ്റ്, ഇതായിരിക്കും അതിൻ്റെ ലിങ്ക് നമുക്ക് ചേഞ്ച് ചെയ്യരുത്, നെയിം നമുക്ക് ചേഞ്ച് ചെയ്ത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇഷ്ടത്തിനുള്ള ഒരു പേര് ഇവിടെ വരുന്നതാണ്. അപ്പോൾ അത്രയാണ് ഇന്നത്തെ കുറച്ച് സിമ്പിൾ ടിപ്സ്. വിൻഡോസ് 10 യൂസ് ചെയ്യുന്നവർക്ക് ബിഗിനേഴ്സിന് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പോൾ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.